ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്നു പറച്ചിലുകൾ പരിശോധിക്കാനായി സർക്കാർ ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. ആലപ്പുഴ, കോട്ടയം മെഡിക്കൽ കോളേജുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരാണ് ആ സമിതിയിലുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി അവർ കാര്യങ്ങളെല്ലാം പരിശോധിച്ചു. വിവിധ വകുപ്പ് മേധാവികളെ കണ്ടു. ഇതിനുശേഷം ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഹാരിസ് ചിറക്കൽ പറഞ്ഞതിൽ വസ്തുതയുണ്ട് എന്നുള്ളതാണ് ആ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. പക്ഷേ ഇതൊക്കെ ഇരിക്കുമ്പോഴും സർവീസ് ചട്ടലംഘനം ഹാരിസ് ചിറക്കൽ നടത്തിയെന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നത്. അതിനാൽ തന്നെ ഹാരിസിനെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ചോദ്യം. ഞാൻ പറഞ്ഞ എല്ലാ പോയിന്റിനെയും ബലപ്പെടുത്തുന്ന രീതിയിലുള്ള തെളിവുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഫോട്ടോ കോപ്പി കൊടുത്തിരുന്നു. എൻ്റെ സഹപ്രവർത്തകരും അവർക്ക് മൊഴി കൊടുത്തത് എനിക്ക് അനുകൂലമായിട്ടാണെന്നാണ് ഞാൻ അറിയുന്നത്. ഞാനത് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. ഞാനത് എൻ്റെ കയ്യിൽ തെറ്റുപറ്റി. കാരണം അത് മാർഗം സ്വീകരിച്ചത് ശരിയല്ല എന്ന് എനിക്കറിയാം. അത് ശരിയല്ല എന്ന് എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു. പക്ഷേ വേറെ മാർഗങ്ങളില്ലാത്തതുകൊണ്ടാണെന്ന് ഞാനത് തുറന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാനത് തെറ്റിപ്പോയി. എൻ്റെ കയ്യിൽ നിന്ന് അത് അല്പം തെറ്റുപറ്റി. കാരണം ഞാൻ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കൂടുതലും അത് അഫക്റ്റ് ചെയ്തത് 3 പേരെയാണ്. അന്ന് മുഖ്യമന്ത്രി, 2 ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി, പിന്നെ പാർട്ടി CPM. ഇവർ 3 എന്നും എന്നോടൊപ്പം നിൽക്കുകയും എനിക്ക് സപ്പോർട്ട് തരികയും എപ്പോഴും എൻ്റെ കൂടെ നിന്നിട്ടുള്ള 3 പേരാണ്. വെളിപ്പെടുത്തൽ നടത്തിയ ആദ്യ 2 ദിനങ്ങളിൽ ഹാരിസിന് കിട്ടിയ പിന്തുണ പിന്നീട് അങ്ങോട്ട് കിട്ടിയില്ല. മുഖ്യമന്ത്രിയാണ് തുടങ്ങി വെച്ചത്. ഹാരിസ് നടത്തിയത് ശരിയായ പ്രസ്താവനയല്ല എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. മാത്രമല്ല പിന്നീട് പാർട്ടി സെക്രട്ടറി അടക്കം സജി ചെറിയാനടക്കം അതിരൂക്ഷമായ വിമർശനമാണ് ഹാരിസ് ചിറക്കലിനെതിരെ നടത്തിയത്. അതിനാൽ തന്നെ ആദ്യഘട്ടത്തിൽ ചേർത്ത് പിടിച്ച ആരോഗ്യമന്ത്രിക്ക് ഇനി അങ്ങോട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എനിക്ക് ബ്യൂറോക്രസിയുടെ മാത്രമാണ് എൻ്റെ പോരാട്ടം. ബ്യൂറോക്രസിയുടെ മെല്ലപ്പോക്കും ബ്യൂറോക്രസിയുടെ അനാസ്ഥയും മാത്രമാണ് എൻ്റെ പ്രശ്നം. എനിക്ക് വേറെ രീതിയിലും അത് പരിഹരിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ഞാനത് ചെയ്തത്. അല്ലാതെ ഇത് സർക്കാരിനെതിരെയുള്ള പോരാട്ടമേ അല്ല. മാത്രമല്ല ഇതിനകത്ത് ഞാൻ ഇപ്പം എന്ത് ശിക്ഷയ്ക്കും തയ്യാറായി നിൽക്കുകയാണ്. ഞാൻ ഇന്നലെ തന്നെ എല്ലാ ഡോക്യുമെൻറ്റ്സും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ചാർജുകളും ഏൽപ്പിച്ചു. എല്ലാം അടുത്ത എൻ്റെ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന രോഗികളെല്ലാം ഇന്ന് ഡിസ്ചാർജ് ചെയ്യാൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ന് OP നടത്തും. പിന്നീട് എല്ലാ കാര്യങ്ങളും ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ് ചാർജുകളും എൻ്റെ താക്കോലും ഒക്കെ അടുത്ത ഡോക്ടറെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. എന്ത് ശിക്ഷയ്ക്കും തയ്യാർ. ചട്ടലംഘനമാണ് താൻ നടത്തുന്നത് എന്നും ഒരു നല്ല ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഇത് പറയുന്നത് എന്നും നടപടി പ്രതീക്ഷിക്കുന്നുവെന്നുമാണ് ഹാരിസ് ചിറക്കൽ പറഞ്ഞു വെച്ചത്. അതിനാൽ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എന്ത് തീരുമാനം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ആരോഗ്യമന്ത്രിക്ക് മുന്നിലാണ് റിപ്പോർട്ട്. അധികം വൈകാതെ ഹാരിസിനെതിരായ വിഷയത്തിലും മെഡിക്കൽ കോളേജിലെ പ്രശ്നപരിഹാരം സംബന്ധിച്ച വിഷയത്തിലുമെല്ലാം ഒരു തീരുമാനമുണ്ടാകും. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.